ഹലോ അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേൽക്കും മുന്നേ കാത്തും അമ്മയും അച്ഛനും കൂടി വളപ്പ് കയറിയിട്ടുണ്ടായിരുന്നേ. അമ്മയാണെങ്കിൽ മിനിയാന്നിട്ട വളമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. കാത്തുതേ അച്ഛനെ സഹായിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അമ്മ ഓരോ കുഴിയുടെ വളവും മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. അതിൻ്റെ ഇടയിൽ അച്ഛൻ പോയിട്ട് ഇതേ കോവയ്ക്ക തണ്ടൊക്കെ ഇതേ മുറിച്ച് വെക്കുക കേട്ടോ നടാൻ വേണ്ടിയിട്ട്. കാത്തു ആണെങ്കിൽ ഇതേ പുന്നാരിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മടി കയറിയിരുന്നേ. അങ്ങനെ അവളെ അച്ഛൻ തലോലിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതേ മുളക് ഇടാൻ വേണ്ടിയിട്ട് ഇതേ മണ്ണൊക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ തവള ഉണ്ടായേ. കാത്തു തവളേനെ കണ്ടപ്പോൾ തവളേനെ ഓടിക്കുക കേട്ടോ. പിന്നെ ആ ഇളക്കി വെച്ച മണ്ണിലൊക്കെ അച്ഛൻ ഓരോ മുളകിൻ്റെ വിത്തും കൂടി ഇട്ടേ കാത്തും കൂടി സഹായിക്കണ്ട കേട്ടോ. കാത്തും അതിലുണ്ടായ പയറും അതും ഇതൊക്കെ പറക്കി അതിലിടുന്നുണ്ടേ. പിന്നെ നമ്മൾ വൈകുന്നേരമായിട്ട് ഇറങ്ങിയത്. അച്ഛനാണെങ്കിൽ ഓരോ കുഴിയിലും വെള്ളം നനച്ച് കൊടുക്കണ്ട കേട്ടോ. അമ്മ ദേ ഓരോ കുഴിയിലും നട്ടുകൊണ്ട് നിൽക്കുവാണേ. കാത്തു ആണെങ്കിൽ വെള്ളമടിക്കാൻ കണ്ടപ്പോൾ അതേ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഉരുമാറ്റി പോയിട്ടുണ്ടായിരുന്നേ. അച്ഛൻ ഓരോ കുഴിയിൽ അടിക്കുന്നതോറും അവളതേ ഓരോ കുഴിയുടെ അടുത്ത് പോയി നിൽക്കുക കേട്ടോ. വെള്ളം തെറിക്കണ്ടല്ലോ, അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ദേ ഓരോ കുഴിയിലും നട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. അവസാനം അമ്മ ദേ കാത്തുവിനെ പിടിച്ച് നടാൻ നോക്കിയേ. കാത്തു അത് നട്ടിട്ട് കാത്തു തന്നെ വലിച്ചൂരിയും ചെയ്തു കേട്ടോ. അങ്ങനെ അവസാനം അമ്മ കാത്തുവിനെ അങ്ങോട്ടാക്കി. ഇതേ അച്ഛനാണെങ്കിൽ ഇത് മൊത്തം വെള്ളമടിച്ച് കൊടുക്കുക കേട്ടോ കാത്തുവിൻ്റെ മേത്തൊക്കെ. അങ്ങനെ ഇത് എല്ലാം നട്ടിട്ടുണ്ടായിരുന്നേ. ഇപ്പുറത്ത് വേറൊരു കുഴിയും കൂടി കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാവയ്ക്ക ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് പാവയ്ക്കും നട്ടിട്ടുണ്ടായിരുന്നേ. അതും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി കേട്ടോ.